നമ്മളെ ഒരു വല പിടിക്കാൻ പോവുകയാണേ. കായലിലാണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞക്കൂരി കിട്ടുന്ന വലയാണ് കേട്ടോ. 50 മില്ലിയുടെ വലയാണ്. 50 കണ്ണി ഇറക്കമുള്ളതാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ വീഡിയോ ഇട്ട് കുറച്ച് നാളായി. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഈ വരുന്നതാണ് കേട്ടോ കൂരി. ഇത് നല്ല മുള്ളാണ്. പ്ലെയറിനൊക്കെയാണ് സാധാരണ ഒടിച്ചെടുക്കാറുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീനാണ്. മാർക്കറ്റിൽ നല്ല ഡിമാൻഡും ഉണ്ട് കേട്ടോ. ഒരു 15-20 രൂപയൊക്കെ ഒരു കൂരിക്ക് കിട്ടും. ഇത് മഴ പെയ്യുന്ന ടൈമിൽ ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ട്. വേറെ കൂടി തരണുണ്ടേ. അതൊരു കതിരാനാണ് കേട്ടോ. കതിരാൻ പെട്ടെന്ന് ചീഞ്ഞു പോണ മീനാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കതിരാൻ നമുക്ക് വല്ലപ്പോഴും കൂടിയൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ. പെട്ടെന്ന് ചീഞ്ഞു പോണ മീനാണ്. നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ കറി വെക്കാൻ അടിക്കുകയാണ് ചെയ്യണം. നല്ല ടേസ്റ്റുള്ള മീനായ കാരണം. ഇതാ വീണ്ടും ഒരു മഞ്ഞക്കൂരി വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു കൂരിയാണേ. ഇപ്പോൾ മുട്ടയുള്ള ടൈമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അടുത്തതും കൂരി തന്നെയാണ് കേട്ടോ. അത് വേറെ സൈസ് കൂരിയാണ്. ചട്ടിത്തലയും കൂരി എന്നാണ് ഇവിടെ പറയണത്. അതും നന്നായിട്ട് വലുതാണ് സൈസ് കൂരിയാണ് കേട്ടോ. ചെറുതാണേ. അത് നമുക്ക് വിട്ടേക്കാം. രക്ഷപ്പെടട്ടെ പോയി. അടുത്തൊരു ചെമ്പല്ലിയാണ് കേട്ടോ. ഇതിന് പല സ്ഥലത്തും പല പേരാണ് പറയണത്. ചെമ്പല്ലി, അനാബസ്, കറൂപ്പ്, അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീനാണ്. പക്ഷേ ചീഞ്ഞു പോയി. ഇത് വല ഉടക്കി ഉടനെ ചത്തു. ഇത് മോളി വന്ന് ഏറെടുക്കുന്ന മീനായ കാരണം പെട്ടെന്ന് ചത്തുപോകും. വീണ്ടും ഒരു മഞ്ഞക്കുരി വരുന്നുണ്ട് കേട്ടോ. അതിപ്പോഴും നല്ല ജീവനുള്ള കൂരിയാണേ. അടുത്തൊരു വറ്റിയാണ് കേട്ടോ. അതിൻ്റെ പകുതി ഞണ്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഈ ചെറിയ കണ്ണി വലയ കാരണം നമുക്ക് ഞണ്ട് ഉടക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് ആ ഞണ്ടിനെ കിട്ടിയേനെ. അടുത്തൊരു തോടിയാണേ. എല്ലാ സൈസ് വെറൈറ്റി മീനും ഉണ്ട് കേട്ടോ. ഒരു ചുണ്ടൻകുരു കൂടി കിടപ്പുണ്ട് ചെറുത്. തോടിയും മോശമായിപ്പോയി കേട്ടോ. അടുത്തൊരു വറ്റയാണ്. അത് നല്ല വറ്റയാണ് കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എടുക്കാം. നമുക്ക് വെള്ളം തെളിഞ്ഞിരിക്കുന്ന ടൈമാണ്. ഇപ്പോൾ ഇഷ്ടംമാതിരി മീനുണ്ട്. ഇനി ഒരു 6 മാസം നമുക്ക് ഉപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സീസൺ. അടുത്തൊരു മഞ്ഞക്കൂരി തന്നെയാണ്. അതിനിപ്പോൾ ജീവനുണ്ട് കേട്ടോ. നല്ല അടിപ്പം കൂരിയാണ്. മറ്റേ മറുകുള്ള ടൈപ്പ് കൂരിയല്ല കേട്ടോ. ഇത് വേറെ സൈസ് കൂരിയാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്കൊരു 15-20 രൂപയൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന മീനാണിത്. ഇത് വേറെ ഒരു ചെറിയ ചുണ്ടൻകുരി, വെള്ളക്കുരി കൂടി വേണ്ട കേട്ടോ. അത് തിരിച്ചെറ നമുക്ക് വിട്ടേക്കാവേ. അടുത്ത ഒരു പുല്ലാണ് കേട്ടോ വന്നത്. നമ്മളൊരു വലയിട്ടിട്ട് വെള്ളത്തിലിട്ട് തന്നെ വീണ് കേട്ടോ. ഒരു വലയിട്ട് മുഴുവൻ പുല്ലാനായിരുന്നു നമുക്ക്. ഇത് അടുത്തൊരു ബഫർ ഫിഷാണേ. തവളപ്പുറുങ്ങി എന്ന് പറയും നമ്മളിവിടെ. അതും വല ഉടക്കിയത് നമുക്ക് വലയിൽ നിന്ന് എടുക്കാൻ പാടാണ്. ഇങ്ങനെ വീർപ്പിച്ച് വരും. ഇതാണ് കേട്ടോ. അത് വിട്ടേക്കാം. അടുത്തൊരു പ്രാഞ്ഞിലാണ്. പ്രായലെന്നൊക്കെയാണ് ഇതിന് പറയണത്. ഇത് നമുക്ക് ഈ സമയത്ത് ഇഷ്ടംമാതിരി കിട്ടുന്ന മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണിത്. അടുത്തൊരു മഞ്ഞക്കുരി തന്നെയാണ്. നമുക്ക് ഈ ഫുള്ള് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റില്ല. നമ്മൾ 2 ഭാഗമായിട്ട് ഇടാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ ഇടാൻ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് സഹായിക്കണം.